ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗ്ലോബൽ ആയുർവേദ വെൽനസ് മെഡിക്കൽ ടൂറിസം 2024 ഉച്ചകോടി ശ്രദ്ധേയമായി. ആയുർവേദ ഹെൽത്ത് ടൂറിസം ലോകോത്തരമായി ബ്രാൻഡുവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്ലോബൽ സമ്മിറ്റ് എക്സ്പോ കൊച്ചിയിൽ നടന്നത്. കൊച്ചി അഡുലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് സമ്മേളനം നടന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയത്തിന്റെയും കേരള ഹെൽത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII ആണ് ഉച്ചകോടിയും ഹെൽത്ത് ടൂറിസം എക്സ്പോയും സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ വെർച്വലായി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. And fellow delegates, greetings to you all. Ayurveda is more than science. അയൽ രാജ്യമായ മാലിദ്വീപ് ആരോഗ്യമന്ത്രി അഹമ്മദ് ഗസിം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയം സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ച സമ്മിറ്റ് പ്രഭാഷണം നിർവഹിച്ചു. കേരള IDC ഡയറക്ടർ ഹരികൃഷ്ണൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ തനുജ നോസാരി എന്നിവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. CII ഗ്ലോബൽ ആയുർവേദ മെഡിക്കൽ സമ്മിറ്റ് ചെയർമാൻ ഡോക്ടർ സജികുമാർ, ആയുർവേദ പാനൽ കൺവീനർ ഡോക്ടർ PM വാര്യർ, CII കേരള ടൂറിസം പാനൽ കൺവീനർ ബേബി മാത്യു, മുൻ ഇന്ത്യൻ അംബാസഡർ വേണു രാജാമണി, AVA MD AV അനൂപ് എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, ഈസ്റ്റ് ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ 40-ൽ പരം രാജ്യങ്ങളിൽ നിന്നായി ഡെലിഗേഷൻ ടീം സ്പീക്കേഴ്സായി എത്തി. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ നിന്നുമായി 8000-ൽ പരം ഡെലിഗേറ്റുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ആയുർവേദ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, മോഡേൺ ഹോസ്പിറ്റൽ, മെഡിക്കൽ ടൂറിസം കമ്പനികൾ, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ടൂറിസം സംരംഭകർ എന്നിവരും ഉച്ചകോടിയിൽ പങ്കാളികളായി. ഈ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും മറ്റും നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നാണ് സമ്മേളനത്തിന്റെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2023-24 വർഷത്തെ മികച്ച ITI അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവ് സീനിയർ